അപ്പൊ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മഹേന്ദ്ര എന്ന് പറയുന്ന വാഹനത്തിന്റെ ടൂറിസ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. ഇപ്പൊ സ്കൂൾ ട്രിപ്പിനായാലും അതുപോലെ ഓഫീസ് സ്റ്റാഫിനെ കൊണ്ടുപോകാനായിട്ടും അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ ബാബാര ലുക്ക് തന്നെയാടാ. ഇപ്പൊ മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഒരു സ്ലോപ്പ് കൊടുത്താൽ ഇപ്പൊ വെള്ളം കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് സ്ലോപ്പായിട്ട് വരാൻ വേണ്ടിട്ട് ഒരു സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ് നോക്കണമെങ്കിൽ സെന്ററിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു കറവാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലാസിന്റെ അടിയിലേക്ക് വരുമ്പോൾ രണ്ട് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. വണ്ടി കഴുകാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ഹാൻഡിൽസ് ഒക്കെ കൊടുത്തേക്കണേ. പിന്നെ വൈപ്പറുകൾ വരുന്നത് രണ്ടെണ്ണമാണ്. ഒരെണ്ണം അഴിച്ചു വെച്ചാൽ കേട്ടാ, രണ്ട് വൈപ്പറുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈപ്പറിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോഡിയിലേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ഒരു ഇത് കൊടുത്തേക്കണത്. പിന്നെ മഹേന്ദ്രയുടെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബമ്പറിലേക്ക് വരുമ്പോൾ ഇത് ഫൈബർ ആയിട്ടാണ് വന്നേക്കണേ. മഹേന്ദ്രയുടെ ലോഗോകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രില്ല് നോക്കണത് 5 സ്ലോട്ട് ഗ്രില്ലുകളാണ് നൽകിയിട്ടുള്ളത്. ഹണി ഗ്രില്ലായിട്ട് കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റ് നമ്മൾ മൊത്തം സെന്ററിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ബമ്പറിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നോക്കണോ, നമുക്ക് ഇതിപ്പോ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഫോഗ് ലാമ്പൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് കമ്പനിയോട് ഒരു ഹോൾ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് രണ്ടെണ്ണം കൊടുത്തേക്കണത് കേട്ടോ. ഇൻഡിക്കേറ്റർ വരുമ്പോൾ നമ്മുടെ ഈ കോർണറിലായിട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കണത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇൻഡിക്കേറ്ററുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ലുക്ക് ഇതൊക്കെയാണ് വരുന്നത്. സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വാട്ടർ ചാനൽ കൊടുത്തേക്കണേ. പിന്നെ അതിന്റെ താഴെയായിട്ട് ക്വാർട്ടർ ഗ്ലാസ് ഒരു 3 സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ് ഒക്കെ വരുന്നത് സ്ലൈഡിങ് ആണ്. അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിനിപ്പോ ഒരു സ്റ്റേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റീലിന്റെ പൈപ്പുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് താഴെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണാത്ത സൈഡ് തിരിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഇൻഡിക്കേറ്റർ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ വീൽ ആർച്ച് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള വീൽ ആർച്ചാണ് നൽകിയിട്ടുള്ളത്. ടയർ സൈസ് വരുന്നത് 716 ടയർ വരുന്നത്. ഡോറ് നോക്കണമെങ്കിൽ ഒരു 3/4 ഭാഗം ഗ്ലാസ് തന്നെയാണ് നൽകിയേക്കണത്. ഡബിൾ ഡോറായിട്ടാണ് വന്നേക്കണത്. നമുക്കിതിപ്പോൾ ഇനി ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ ഈ ഗ്ലാസിന്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലോക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റെപ്പിനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോള് കാണാം. സ്റ്റെപ്പിനി ഇപ്പോൾ വണ്ടി പഞ്ചറായ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലാണ് സ്റ്റെപ്പിനി പിടിപ്പിച്ചിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് ഇറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ 2 കളറായിരുന്നു ഇവിടെ ഈ വണ്ടിക്ക് വന്നു വരുന്നത്. ഇവിടെ ബ്ലൂവും ഇവിടെ വൈറ്റ് ആയിട്ടാണ് നൽകിയിട്ടുണ്ടായത്. കമ്പനി ഇറക്കിയത് അങ്ങനെയായിരുന്നു. പിന്നീട് കളർ ചേഞ്ച് ചെയ്തതാട്ടാ. ഇവിടെ ഒരു ടൂറിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ട് അവരൊരു ലോഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അതാണ് ഈ വശങ്ങളിലുള്ള കാഴ്ചകൾ വരുന്നത്. അപ്പൊ നമ്മ വണ്ടിയുടെ ബാക്കിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാടാ ബോഡി കൊടുത്തേക്കണത്. ഇപ്പൊ ശരിക്കും നമ്മൊരു വലിയൊരു ബസ് നിൽക്കണ ആ ഫീല് തന്നെ നമുക്ക് ബാക്കിൽ നിന്നുള്ള ആ ലുക്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ആണെങ്കിൽ ഇതിന് മുമ്പത്തെ മോഡലിൽ 3 പീസുകളായിട്ടാണ് കൊടുത്തോണേ. ഇത് ഒറ്റ ഗ്ലാസ്സിലാണ് കൊടുത്തത്. അപ്പൊ നല്ലൊരു വ്യൂ തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടൂട്ടാ. പിന്നെ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ നമ്മ ഗ്ലാസ് കഴുകാൻ വേണ്ടിയിട്ടും വണ്ടിയുടെ ബാക്കൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിൽസ് കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ 2 കേരിയറിലേക്ക് കണക്ട് ചെയ്യണ 2 കോണികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ലഗേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കണം. പിന്നെ ബോഡിയിൽ ഇവിടെയായിട്ട് മഹേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പുതിയ മോഡൽ വണ്ടികൾക്ക് ഇവിടെ ഒരു ബോക്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്, ഡിക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബമ്പർ വരാണെങ്കിൽ ഫൈബർ തന്നെയാണ് ബമ്പർ കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇപ്പൊ പഞ്ചിങ് പ്ലേറ്റുകൾ നൽകിക്കുക. ഇവിടെ 2 പാർക്ക് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡില് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടൈൽ ലൈറ്റുകൾ കൊടുത്തേ. ബമ്പറിൽ തന്നെയാണ് കൊടുത്തേക്കണേ. അപ്പോൾ ചെറിയൊരു ലൈറ്റാണ് കൊടുത്തേക്കണേ. പക്ഷെ എന്നാലും നല്ല അടിപൊളി ലൈറ്റുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്.
അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു എമർജൻസി എക്സിറ്റ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ തുറക്കണം വിചാരിച്ചു കഴിഞ്ഞാൽ റാമറും കാര്യങ്ങളൊക്കെ ഉള്ളിലിരിക്കണേ. ഇതൊരു ഗ്ലാസ് ആണ് വരാം. ഇത് തല്ലി പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഡോർ തുറക്കണേ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും ഈ ഡോർ തുറക്കണത് കേട്ടോ. പിന്നെ ഈ ഡോറിൽ തന്നെ നമുക്കൊരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലാറ്റ് ബോഡി തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ നമുക്ക് ഓൾട്ടറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വീൽ കപ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ വീൽ കപ്പുകളാണ് കൊടുത്തത്. ഓൾട്ടറേഷൻ ചെയ്തതാ. കമ്പനി കപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു ഡോർ കാണാം. ഇപ്പൊ ഈ ചാവി ലോക്കൊക്കെ ആയിട്ട് വരുന്ന കാണാം. ഡീസൽ ടാങ്കാണ് വരുന്നത്. ഒരു 55 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഈ ഡ്രൈവർക്ക് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോക്സ് പോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഡോർ ഇവിടെ വരുന്നുണ്ട്. ഡോർ നമ്മളതിങ്ങനെ വലിച്ച് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറാണ് കൊടുത്തേക്കണേ. ഇതിൽ തന്നെ ഒരു ചെറിയ ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും സ്ലൈഡിങ് ഗ്ലാസ്സുകൾ തന്നെയാട്ടോ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ചെറുത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കമ്പനി നൽകിയേക്കണേ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബാക്ക് കാണാനായാലും നല്ലൊരു സെറ്റപ്പിൽ തന്നെയാണ് മിററുകൾ നൽകിയിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് പോകാട്ടാ. ഡ്രൈവിംഗ് സീറ്റിലൊന്ന് കയറിയിരുന്ന അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഡോറ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോറിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിലും ഇപ്പോൾ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാൻഡിൽസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹാൻഡിൽ, ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡോറിൽ വരേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു ഹാൻഡിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫീൽ തന്നെയാ. നമുക്ക് അത്യാവശ്യം ഫ്രണ്ടൊക്കെ കണ്ട് വണ്ടി ഓടിക്കാനും ഒരു കാർ ഓടിച്ചു കൊണ്ടു നടക്കണം അതേ ഫീലിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റിയറിംഗ് നോക്കണെങ്കിൽ സെയിം നമ്മുടെ മഹേന്ദ്രയ്ക്കൊക്കെ കൊടുക്കണം സെയിം സ്റ്റിയറിംഗ് തന്നെ കൊടുക്കണം. എല്ലാ വണ്ടിക്കും അങ്ങനെയാണ്. അവിടെ ഒരു ബാഡ്ജിങ്ങും ഹോണും ഇതിലാണ് കൊടുത്തേക്കണേ. പിന്നെ ഇപ്പുറ സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിന്റെ ലിവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലൈറ്റിന്റെ ഇൻഡിക്കേറ്ററിന്റെ ആയാലും ഡിമ്മും ബ്രൈറ്റും ഈ 2 ലിവറിൽ തന്നെയാണ് കൊടുക്കണേ. കാറിനൊക്കെ കാണുന്ന സെയിം സെറ്റിംഗ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വണ്ടീനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അതിന്റെ സൗണ്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഗിയറൊക്കെ നല്ല സൗണ്ടാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഉള്ളിലിരുന്നാലും പല സൗണ്ടുകളൊന്നും നമ്മൾക്ക് ഫീൽ ചെയ്യണില്ല. അതുപോലെ ഗിയർ വരുന്നത്, ഗിയർ ബോക്സ് വരുന്നത് 5 ഗിയറാണ് വരുന്നത്. 4 ഫോർവേഡും 1 റിവേഴ്സ് ഗിയറാണ് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് ഗിയർ വരുന്നത് ഫ്രണ്ടിലേക്ക്. ഇപ്പൊ കാറിന് കാണുന്ന സെയിം സിസ്റ്റം വരുന്നത്. അതുപോലെ സെക്കൻഡ്, അതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് തേർഡ്, അതുപോലെ ടോപ്പ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് റിവേഴ്സ് വരുന്നത് ഇങ്ങനെ. കാറിന് കാണുന്ന സെയിം ഗിയർ ബോക്സ് തന്നെ ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പൊ കാർ ഓടിക്കുന്ന അതേ ഫീൽഡ് നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. ഡാഷ് നോക്കാട്ടാ. ഇപ്പൊ 3 മീറ്ററുകളാണ് നൽകിയേക്കണേ. സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 കുഞ്ഞ മീറ്ററുകൾ നൽകിയിട്ടുണ്ട്. അത് ഇതില് ടെമ്പറേച്ചറിന്റെ മീറ്ററാണ് ഇത് നൽകിയേക്കണേ. ഇത് ഫ്യൂവൽ ഗേജിന്റെ ആണ് നോക്കിയേക്കണേ. പിന്നെ ഇവിടെ നമുക്ക് സ്ക്വയർ ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു വാർമിംഗ് ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓയിലിന്റെ, അതുപോലെ ബാറ്ററിയുടെ, അതുപോലെ 2 സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു കണ്ട ഇതേപോലെ ഒരു ഡോർ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഫ്ലൂയിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കവറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഹോൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിനൊക്കെ നമ്മൾ അടിക്കുന്ന രീതിയിലുള്ള ഹോൺ ലിവറാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ ഉള്ളിലെ ലൈറ്റുകൾക്കായിട്ട് ഇവിടെ ഒരു 4 സ്വിച്ച് കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബട്ടൺ തിരിക്കണ രീതിയിലുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻറ്റീരിയറിലെ ചൂട് വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് സ്റ്റീരിയോ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനൊരു ഗ്യാപ്പും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ബോക്സ് കാണാൻ പറ്റും. അത്യാവശ്യം വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സ് സെറ്റ് ചെയ്തേക്കണേ. അതുപോലെ മുകളിൽ വൈപ്പർ മോട്ടറിലേക്കുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നമുക്കിത് ഇതിങ്ങനെ തിരിച്ച് തുറന്നെടുക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് ഇത് കൊടുത്തേക്കണേ. ഇതിൽ ജാക്കി, ടൂൾസ്, ഐറ്റംസുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തേക്കണേ. അതുപോലെ ഈ വരുന്നതാണ് സ്പീഡ് ഗവർണർ. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് കാണുന്നത്. നമ്മൾ ഇതിൽ പ്രസ് ചെയ്തിട്ട് വലിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് ബ്രേക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പെഡലുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാറിനൊക്കെ വരുന്ന സെയിം സിസ്റ്റത്തിൽ തന്നെ പെഡലുകൾ കൊടുത്തേക്കണേ. അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇപ്പോൾ ഡോർ എന്ന് പറയുന്നത് നമ്മൾ
ഈ സെന്ററിൽ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 12 സീറ്റിംഗ് ആണ് വരുന്നത്. ഇപ്പൊ സീറ്റിംഗ് ആണെങ്കിലും നമുക്ക് സീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നല്ലൊരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ ഇത് പുഷ് ബാക്ക് സീറ്റുകളായിരുന്നു, ഇത് പിന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാ. ഇപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇതിൽ കുറെ നമ്മുടെ കാലിടിക്കാതിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ താഴേക്ക് വരുമ്പോ വുഡനില് പ്ലൈവുഡ്, ഡയമണ്ട് പ്ലൈവുഡ് ആണ് അടിച്ചു കൊടുത്തേക്കണത്. അതിന്റെ മുകളില് നമ്മ ഈ പ്ലാസ്റ്റിക്കിന്റെ മാറ്റുകൾ അടിച്ചു കൊടുത്താണ് കേട്ടോ. കയറി വരുമ്പോ തന്നെ ഒരു ബോക്സ് കാണാം. ഗിയർ ബോക്സിനൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ 10ന്റെ ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തേക്കും. അപ്പോൾ ഗിയർ ബോക്സ് മെയിൻ്റെനൻസ് വരുമ്പോൾ ഇത് തുറന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ. എഞ്ചിൻ വരുന്നത് ഇവിടെ കേട്ടോ. ബോണറ്റ് സെറ്റ് ചെയ്തത് ഇതിലാണ്. നമുക്ക് ഇവിടെ ഒരു ഇതിങ്ങനെ തുറക്കാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ് കൊടുത്തേക്കണേ. അപ്പൊ ഇതിന്റെ മുകളിലെല്ലാം ഒരു കുഷ്യൻ അടിച്ചിടും. നല്ലൊരു കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനും നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കുഷ്യൻ അടിച്ചു കൊടുത്തേക്കണേ. അപ്പൊ ബോണറ്റ് ഇതിന്റെ പകുതിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു കുത്ത് കമ്പി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബോണറ്റ് ഇതിൽ സെറ്റ് ആയി. ഇനിയിപ്പോ വൈകിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ചും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ അതിനുള്ള സെറ്റപ്പ് നമുക്ക് ഇതിൽ കൂടെ തന്നെയാണ്. അപ്പൊ ഇവിടെയാണ് റേഡിയേറ്ററും കാര്യങ്ങളും കൊടുത്തേക്കണം. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള എഞ്ചിൻ തന്നെയാണ് മഹേന്ദ്ര കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ പമ്പ് ചെയ്യാനാണെങ്കിലും കൈക്ക് പമ്പ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് പമ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടിപ്രാന്തന്മാരായ എല്ലാ ചങ്കുകൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.